ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നയത്തിൽ സമവായത്തിന് തയ്യാറായി കേന്ദ്ര സർക്കാർ. ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാൻ തയ്യാർ എന്നാണ് സർക്കാരിന്റെ നിലപാട്. പ്രതിപക്ഷ പാർട്ടികളുമായി ചർച്ച നടത്താൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ 3 മന്ത്രിമാരെ ചുമതലപ്പെടുത്തി. ഒറ്റ തെരഞ്ഞെടുപ്പ് ഫെഡറലിസത്തിന് വെല്ലുവിളി എന്നാണ് CPIഎമ്മിന്റെ നിലപാട്. BJPക്ക് ഒരിക്കലും പദ്ധതി നടപ്പാക്കാൻ കഴിയില്ല എന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വ്യക്തമാക്കി. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നയത്തിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയതോടെയാണ് ചർച്ചകൾ സജീവമായത്. തീരുമാനം നടപ്പാക്കണമെങ്കിൽ 18 ഭരണഘടനാ ഭേദഗതികൾ ഉൾപ്പെടെ നിയമപരിഷ്കാരങ്ങൾ ആവശ്യമാണ്. നിർണായകമായ ഭരണഘടനാ ഭേദഗതികൾക്ക് പാർലമെന്റും പകുതി സംസ്ഥാന നിയമസഭകളും അനുമതി നൽകണം. ലോക്സഭയുടെ കാലാവധി നിശ്ചയിക്കുന്ന ഭരണഘടനയുടെ 83-ാം അനുച്ഛേദവും നിയമസഭകളുടെ കാലാവധി നിശ്ചയിക്കുന്ന 172-ാം അനുച്ഛേദവും ഭേദഗതി ചെയ്യണമെന്നാണ് രാംനാഥ് കോവിന്ദ് സമിതിയുടെ ശുപാർശ. ഭരണഘടനാ ഭേദഗതികൾ പാസാക്കാൻ 368-ാം അനുച്ഛേദമനുസരിച്ച് ലോക്സഭയിലും രാജ്യസഭയിലും കേവല ഭൂരിപക്ഷത്തിനൊപ്പം തന്നെ സഭയിൽ സന്നിഹിതരായ 2/3 അംഗങ്ങളുടെ പിന്തുണയും വേണ്ടിവരും. ലോക്സഭയിൽ 543 അംഗങ്ങളും ഹാജരാകുന്ന പക്ഷം 2/3 ഭൂരിപക്ഷത്തിനായി 362 വോട്ടുകൾ ആവശ്യമാണ്. നിലവിൽ 293 അംഗങ്ങളുള്ള NDAക്ക് 2/3 ഭൂരിപക്ഷം ഉറപ്പാക്കണമെങ്കിൽ ലോക്സഭയിൽ 100-ൽ കൂടുതൽ അംഗങ്ങൾ ഹാജരാകാതിരിക്കുകയോ NDA ഇതര കക്ഷികളുടെ പിന്തുണ ഉറപ്പാക്കുകയോ വേണം. രാജ്യസഭയിലും സമാനമായ പ്രതിസന്ധി നിലവിലുണ്ട്. രാജ്യസഭയിൽ NDAക്ക് 115 MPമാരാണുള്ളത്. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 6 MPമാരുടെ പിന്തുണ കൂടിയായാൽ 121 MPമാരുടെ പിന്തുണയാകും. ഇന്ത്യ സഖ്യത്തിന് രാജ്യസഭയിൽ 85 MPമാരുണ്ട്. രാജ്യസഭയിൽ ആകെയുള്ള 250 അംഗങ്ങളും ഹാജരായാൽ 2/3 ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ 164 MPമാരുടെ പിന്തുണ ആവശ്യമാണ്. ഇത് മുന്നിൽ കണ്ടാണ് സമവായത്തിനുള്ള സർക്കാർ നീക്കം. കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, അർജുൻ റാം മേഘ്വാൾ, കിരൺ റിജിജു എന്നിവരെ മറ്റു പാർട്ടികളുമായുള്ള ചർച്ചയ്ക്ക് ചുമതലപ്പെടുത്തി. രാജ്യതാൽപര്യം മുൻനിർത്തിയാണ് നീക്കമെന്ന് BJP ആവർത്തിച്ചു. वन नेशन वन इलेक्शन देश के हित में है, वोटर्स के हित में है, खर्चा कम होगा, वोटर्स को सहूलियत होगी. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ DMK, തൃണമൂൽ കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികളുമായി ചർച്ച നടത്താനാണ് സർക്കാരിന്റെ നീക്കം. എന്നാൽ ഒറ്റ തെരഞ്ഞെടുപ്പ് പ്രായോഗികമല്ലെന്നും ഫെഡറലിസത്തെ ദുർബലപ്പെടുത്തുന്ന തീരുമാനം BJPക്ക് ഒരിക്കലും നടപ്പാക്കാൻ കഴിയില്ലെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വ്യക്തമാക്കി. ഒറ്റ തെരഞ്ഞെടുപ്പ് നയം പാർലമെന്ററി ജനാധിപത്യത്തെ തകർക്കുമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ പ്രതികരിച്ചു. 2021-ൽ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയം അവതരിപ്പിക്കുമ്പോഴത്തേതിനേക്കാൾ കരുത്തുറ്റ പ്രതിപക്ഷമാണ് ഇന്ന് പാർലമെന്റിലുള്ളത്. അപ്രായോഗികം എന്ന ഒറ്റ വാക്കുകൊണ്ടാണ് പ്രതിപക്ഷം ഈ ആശയത്തെ നേരിടുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് സമവായ ചർച്ചകളിലേക്ക് സർക്കാർ കടക്കുന്നതും. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ നിങ്ങൾക്കറിയാം, നിലവിലെ നമ്മുടെ സംവിധാനത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് അതൊരു സമയത്ത് നടക്കുന്നു. പാർലമെന്റിലേക്കുള്ള വോട്ടെടുപ്പ്, നിയമസഭകളിലേക്കൊക്കെ വ്യത്യസ്ത സമയങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നു. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും ഒക്കെ വേറൊരു സമയത്താണ്. ഈ സംവിധാനമാകെ ഉടച്ചു വാർത്ത് ഒറ്റ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിക്കാനുള്ള കേന്ദ്ര നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. പൊതുജനങ്ങൾ എങ്ങനെ ഇതിനോട് പ്രതികരിക്കുന്നുവെന്ന് നോക്കാം. പ്രതികരണങ്ങൾ. നമ്മുടെ അഭിപ്രായത്തിന് ഒരു വിലയില്ലല്ലോ, എല്ലാവരും തീരുമാനിക്കുന്നത് നടത്തുന്നു, അത്രേ ഉള്ളൂ. അംഗീകരിക്കാതിരിക്കാൻ പറ്റൂല. കേന്ദ്ര ഭരണത്തിന്റെ തീരുമാനമല്ലേ, അവിടെ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അത് നടക്കുള്ളൂ, അല്ലാണ്ട് വേറെ നടക്കൊന്നുമില്ല. നമ്മൾ വിചാരിച്ചാലും നടക്കുമോ? നടക്കൂല. എനിക്ക് അഭിപ്രായമില്ല. അല്ല, അത് നല്ല കാര്യമല്ലേ? എന്തിനാ ഭാരിച്ച ചെലവല്ലേ, എല്ലാത്തിനും ചെലവല്ലേ? ഈ സാധാരണക്കാരനെ പോലുള്ളവർ ഇതിന് പട്ടിണി കിടക്കണം, ചെരുപ്പില്ലാണ്ട് വരെ ആളുകൾ നടക്കണ്ട്, വീടില്ലാത്ത ഒരുപാട് പേര് നടപ്പുണ്ട്. ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിനിയോഗിക്കട്ടെ ഈ പൈസയൊക്കെ എടുത്ത്. എങ്ങനെ ഭരിച്ചാലും ഇവര് നന്നാവില്ലല്ലോ. നല്ല കാര്യം, ആരും തമ്മിൽ തല്ലി ചാവൂല്ല. യോജിക്കുന്നുണ്ട്, അത് നല്ലതാണല്ലോ, അതാണ് വേണ്ടത്. അതാണ് മോദി സർക്കാർ അതിനുവേണ്ടി ചെയ്തിരിക്കുന്നത്. നല്ല കാര്യമാണത്. ഒരിക്കലും യോജിക്കുന്നില്ല. ഇത് ജനാധിപത്യ രാജ്യമാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് മൊത്തത്തിൽ വീണ്ടും സെപ്പറേറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. നല്ലതാണ്, കാരണം ഈ പല ചെലവുകളെല്ലാം കുറയില്ലേ. ഓരോ ഇലക്ഷൻ എന്തുമാത്രം ചെലവാവണേ, അങ്ങനെയാണ് നല്ലതാണ്. ഒരു തെരഞ്ഞെടുപ്പ് പ്രായോഗികമല്ല. ഫെഡറൽ സംവിധാനത്തിലാണ് നമ്മുടെ രാജ്യം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അത് ആ ഫെഡറൽ സംവിധാനങ്ങളുടെ രൂപകൽപ്പനയ്ക്ക് അനുയോജ്യമായ തെരഞ്ഞെടുപ്പ് സംവിധാനവും ആവശ്യമാണ്. നല്ലതല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. സാമ്പത്തികമായിട്ട് ശരിക്കും 2 ലക്ഷം നടക്കുമ്പോഴോ പൈസ കാണാൻ പോകും. ഇതിൽ ഏറ്റവും നല്ല തീരുമാനമാണ്. വ്യക്തിപരമായിട്ട് എതിർക്കുകയാണ്. നമ്മൾ കാലങ്ങളായി കാത്തു സൂക്ഷിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് ഇത്. പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളെയും ഒക്കെ തന്നെ
ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു നിഗൂഢമായിട്ടുള്ള ഒരു ശ്രമമാണ്. കാരണം മുൻകാലങ്ങളിൽ അപേക്ഷിച്ച് രാജ്യത്ത് നടത്തിക്കൊണ്ടുവരുന്ന ചില പ്രക്രിയകളും ചില ക്രമങ്ങളും ഉണ്ട്. അതനുസരിച്ച് പോകുന്നതാണ് ഏറ്റവും നല്ലത്.